ഇപ്പോഴേ നമ്മളെ കേരളത്തിലെ അവസ്ഥ എന്താ വെച്ചാൽ ചാരിറ്റി, രാഷ്ട്രീയം, കൊലപാതകം, മയക്കുമരുന്ന്. കുറെ ചാരിറ്റിക്കാരുണ്ട്. ഒരു കുട്ടിക്ക് 3 കോടി റുപ്യ പിരിപ്പിച്ചു കൊടുത്ത് ആ പിരിപ്പിച്ചു കൊടുത്ത സന്തോഷത്തിൽ 25 ലക്ഷം റുപ്യന്റെ കാറ് സമ്മാനം കൊടുത്ത വീട്ടുകാര്. ആ വീട്ടുകാർക്കാണ് 3 കോടി പിരിപ്പിച്ചു കൊടുത്തവര്. അതാണ് നമ്മളെ ചാരിറ്റിക്കാർ മാതൃകയായി പറഞ്ഞത്. ഈ ചാരിറ്റിക്കാരെ കുറെ സിംഗിടികളുണ്ട് നക്കി ജീവിക്കണം. ഓല് വന്നിട്ട് ഓല പോസ്റ്റിന്റെ അടിയിൽ കമന്റ് ചെയ്തു, മാഷാ അല്ലാ, നിങ്ങൾ അള്ളാഹ് ഹൈർ ചെയ്യട്ടെ, ബർക്കത്ത് ചെയ്യട്ടെ, നിങ്ങൾ കൊടുക്കുന്ന ആൾക്കാർ ചിന്തിച്ചോളി, ഇതൊക്കെ വെറും ഊഞ്ഞാലും ഊമ്പലും കൂടിയാണ് എന്ന്. പിന്നെ മയക്കുമരുന്ന് തടയാൻ വന്ന പോലീസുകാരെ ഭീഷണിപ്പെടുത്തുന്ന രാഷ്ട്രീയക്കാര്, ഉമ്മനെയും വാപ്പനെയും പെങ്ങന്മാരെയും തിരിച്ചറിയാത്ത മക്കള്. ഇതാണ് നമ്മളെ കേരളത്തിലെ അവസ്ഥ ഇപ്പോ. അപ്പൊ ചാരിറ്റിയൊക്കെ റംസാൻ മാസമാണ് ഇങ്ങനെ ഓരോരുത്തർ ഘോരഘോരം പ്രസംഗിച്ചും ഈ ഒരു 3 കോടി റുപ്യ കൊടുത്ത ഒരു പാവപ്പെട്ട വ്യക്തിക്കൊന്നല്ല, 25 ലക്ഷം റുപ്യ ഒരു കാറ് വാങ്ങി സമ്മാനം കൊടുക്കാൻ കഴിയുന്ന വ്യക്തിക്കാണ് ഇവർ ചാരിറ്റി ചെയ്ത് കൊടുത്തത്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാണ് കേരളത്തിന്റെ പോക്ക്. ജനങ്ങളെ വിഡ്ഢികളാക്കുക, പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യുക. ഇതന്നെ കേരളത്തിലെ അവസ്ഥ ഇപ്പോ. രാഷ്ട്രീയക്കാരായാലും ചാരിറ്റിക്കാരായാലും. ഈ ചാരിറ്റിക്കാരെന്താ MBB എടുത്തോലാണോ? അല്ലല്ലോ. 10 ഫോളോവേഴ്സില്ലോലും ഇപ്പൊ ഇറങ്ങുക ചാരിറ്റി ആയിട്ട്. എന്താ വെച്ചാൽ നല്ല സുഖം നക്കി തിന്നാൻ ആരാന്റെ പൈസ. അപ്പൊ എല്ലാവരുടെ സ്നേഹം മാത്രം.